പുതുമഴയെ കണ്ടോളി. നമ്മളിന്നൊരു പരിസര ക്ലീനിങ്ങിന് വേണ്ടി വന്നാണ്. പരിസര ക്ലീനിങ് മാത്രമല്ല, വേറെ ഒരുപാട് ചില്ലറ പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ കഥകളൊക്കെ കണ്ടോളൂ. ബിഫോർ ശരിക്കും കണ്ടോട്ടെ മുത്തുമളെ, ഇതൊരു വീടിൻ്റെ പരിസരമാണ്. തെങ്ങുണ്ട്, ഇവിടെ തുളസിൻ്റെ മരമൊക്കെ ഉണ്ട്. അതൊന്ന് പോയതെന്ന് പറഞ്ഞ് ഓക്കെ നമ്മൾ സെറ്റാക്കിയാൽ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈപ്പിനൊന്നും വെട്ടുടങ്ങിയത് അല്ലേ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതാണ് ഒരു വീടിൻ്റെ 4 ഭാഗം വീടുള്ളതിന് 2 ഭാഗത്ത് വീടിൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ. അവിടെ ഉണ്ടല്ലേ ഒരു പോക്കോലൊക്കെ ഉണ്ടാവും, അവിടെ കാണുന്നില്ല ആണല്ലേ. ഇതാണ് ഈ വീടിൻ്റെ അവസ്ഥ. ശരിക്കും നിങ്ങൾ ബിഫോർ ഉണ്ടോട്ടെ മുത്തുമണികളെ ഉണ്ടല്ലേ. സെറ്റല്ലേ. ഇതിലൊക്കെ ബമ്പോ ആനയും പൂലിയൊക്കെ വന്ന് കിടന്നവരെ കാണൂല പെരക്കാർ ഉണ്ടല്ലേ. ഇതാണ് ഇതിൻ്റെ കഥ. ഇനി ഇവിടെ ഒരു കോഴിക്കൂടൊക്കെ ഉണ്ട്. കോഴികളുണ്ട് ഇതിൽ. കോഴികളൊക്കെ പെരുമ്പാമ്പ് പിടിച്ചോണ്ട് ഇങ്ങനെ കാട് കൂടിയാൽ ഉണ്ടല്ലേ. പാമ്പുകളൊക്കെ കോഴിൻ്റെ മണം കേട്ട് ഒഴിഞ്ഞു പോകില്ല, അങ്ങനെ കാടുണ്ടായല്ലേ. ഇതാണ് വീടിൻ്റെ വീക്കിലെ അവസ്ഥ ഉണ്ടല്ലേ. ശരിക്കും നിങ്ങൾ ബിഫോർ ഉണ്ടോട്ടെ മുത്തുമണികളെ ഉണ്ടല്ലേ. പിന്നെ അതേപോലെ വീടിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് സ്ഥലം ഓപ്പണാക്കി ഇവിടെ കഥ ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്യാണ്ടല്ലേ. ഇത് മുറ്റായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമല്ല, എന്നിരുന്നാലും അതിൻ്റെതായ രീതിയിലൊന്ന് ഇവിടെ ക്ലീൻ ചെയ്യേണ്ടത്. ഏറെ കുറേ കത്തിവട്ടാണ് ഇവിടെയൊക്കെ. പിന്നെ വീട്ടിലേക്കുള്ള വഴി കണ്ടില്ലേ, 2 സൈഡുണ്ട്. അത് കത്തിവെട്ട് വെട്ടാനാണ് വേണ്ടി, ഓപ്പൺ കത്തിവെട്ട് മനസ്സിലല്ലേ. നമുക്ക് 2 ആൾ ഒറ്റ ദിവസം നോർമൽ വർക്കായിരുന്നു, ഒരു കംപ്ലീറ്റ് വർക്കും. എങ്ങനെ ഇതിൻ്റെ ഞാൻ ആഫ്റ്ററുകൾ കണ്ടുകൊണ്ടിട്ടോ കണ്ടില്ലേ. ഈ സൈഡൊക്കെ ഒന്ന് കത്തിവെട്ടിട്ട് ഒന്ന് ഓപ്പണാക്കി കത്തിവെട്ടിട്ട് ഓൺലി കത്തിവെട്ട് അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ട് മുത്തുമളെ വർക്ക് ചാട്ടിക്ക് അതിൻ്റെ ചെറിയൊരു സംഭവം തട്ടി കൈക്ക് ചെറുതായിട്ട് കത്തി പറ്റി. സ്വാഭാവികം, നിങ്ങളൊക്കെ ദോഹ കൊണ്ട് ചെറുതായിട്ട് പറ്റിയിട്ടുള്ളൂ. എന്നിരുന്നാലും ഒരു കട്ടിട്ടാണ്ട് നമ്മളെ വർക്ക് തുടർന്നിട്ടോ. കാരണം നമ്മളെ ഈ വർക്കിന് പറഞ്ഞാൽ കുപ്പിച്ചില്ല് കുത്തും, കത്തി പറ്റും, മുള്ള് കുത്തും, അതൊക്കെ ഉണ്ടാവും. എന്നാലും അള്ളാൻ്റെ കാവൽ കൊണ്ട് ചെറിയ പരിക്കേ പറ്റുള്ളൂ. ഇതാണ് മാഷാ അല്ലാഹ് ഹാഫ്റ്റർ കണ്ടോളി. ആദ്യം ഞങ്ങൾക്ക് കാണിച്ച നീനെ ആ വീടിൻ്റെ മുറ്റാണ്. ആദ്യം കാണിച്ച നീനല്ലോ ഒരു വീടിൻ്റെ പരിസരം പറഞ്ഞാണ്ട് ഫസ്റ്റ് വീഡിയോയിൽ തുളസിൻ്റെ മരമൊക്കെ ഉണ്ട് പറഞ്ഞതാണ്. അത് കണ്ടല്ലേ. ഇവിടെ കൊലത്തിൽ നമ്മൾ ഇത് ചേമ്പാണ്, അത് പോക്കേത് തന്നെ അതവിടെ നിർത്തിയിട്ടുണ്ട്. ആ ചേമ്പൊന്നും കാണൂലേ അതിൻ്റെ ഉള്ളിൽ, മനസ്സിലായില്ലേ. എന്നിരുന്നാലും പോകണ്ടെന്ന് പറഞ്ഞ മുതൽ നമ്മൾ ഏതും പോക്കൂല, അതതിൻ്റെ വൃത്തിയിൽ തന്നെ ചെയ്യും. ഇതാണ് അതിൻ്റെ ആഫ്റ്റർ. സെറ്റല്ലേ മുത്തുമണികളെ. ഇക്കൊല്ലത്തിൽ അടിപൊളിയാക്കി ഏതാ വൃത്തിയിൽ നല്ല ഫസ്റ്റ് കാട്ടിനെ ബിഫോറുള്ള സ്ഥലമാട്ടത് അല്ലേ. പിന്നെ അതാ ഇനി വീടിൻ്റെ സൈഡ് വാങ്ങണല്ലേ പോക്കയിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തറ കണ്ടായി. തറ നമ്മൾ കണ്ടിട്ട് തന്നെ അല്ലേ. കാട് വെട്ടി കഴിഞ്ഞാൽ തറ ഉണ്ട്. ബാത്റൂമിന് വേണ്ടിയില്ല തറ. ഇതിലൊക്കെ കഴിഞ്ഞ് ഒരുപാട് മണ്ണ് ഇറക്കാനൊക്കെ ഉണ്ട് കണ്ടല്ലേ. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ. ഇവിടെ അടിയിലൊക്കെ വില കഴിഞ്ഞ് കെട്ടി പൊന്തിച്ചാണ്ട് ഈ വീടിൻ്റെ ഭാഗം കെട്ടിട്ടില്ല. ഒരുപാട് വർക്കുകൾ ഇവിടെ വിൽക്കെടുക്കുകയാണ്. ഇതാണ് പിന്നെ മുന്നിൽ നമ്മൾ ഓപ്പൺ ആക്കി ഒന്ന് ചെയ്യേണ്ടത്. ഒരു സൈഡ് ഭാഗത്ത് കത്തിവിട്ട് ഓപ്പൺ ഒരു ക്ലിയർ ചെയ്യല്. ഇവിടെ ഒരു 5 പൂളത്തറ ഉണ്ടാക്കാൻ പറഞ്ഞു. പൂളക്കുള്ള തറ ഉണ്ടേ. 5 പൂളൻ്റെ തറ ഉണ്ടാക്കി കൊടുത്തിട്ടോ. പെരക്കാരെ തിരുപ്പതിയല്ലേ നമ്മളെ തുരുപ്പതി. പെരക്കാരെന്താ പറഞ്ഞത്, അതന്നെ നമ്മളെ പണി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നമുക്ക് അല്ലേ. ഈ കൊളുത്തിലൂടെ ഒന്ന് ഓപ്പണാക്കി ക്ലീൻ ചെയ്തു. പിന്നെ അത് വീട്ടിലേക്കുള്ള പൈപ്പ് ഇവിടെ കണ്ട് ഒരുപാട് പൈപ്പും കാര്യമൊക്കെ ഉണ്ട്. പൈപ്പിനൊന്നും യാതൊരു പരിക്കും കൂടി കിട്ടിയില്ല കേട്ടോ. ഇവിടെയും ഓപ്പൺ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ മഴക്കാലമാണ്, പരിസരം ക്ലീൻ ചെയ്തതിൽ കൊതുക് മറ്റേ പറിച്ച് ഒരുപാട് അസുഖങ്ങളെ കാലമാണ് ഇനി വരുന്നത്. അപ്പോൾ പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കും കേട്ടോ. ഇനി ആഫ്റ്റർ കാട്ടുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ്.